ഞാൻ ഇന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും തന്നെ നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ്ഫുൾ ആവുന്ന കുറേ നല്ല ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ. നമ്മൾ കുറേ സമയം നിന്ന് കഷ്ടപ്പെട്ട് ചെയ്യുന്ന ജോലികളൊക്കെ നമുക്ക് വളരെ സിമ്പിളായിട്ടുള്ള ടിപ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് ചെയ്ത് തീർക്കാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ള കുറേ നല്ല ടിപ്സൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ആദ്യത്തെ ടിപ്സ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ചോറൊക്കെ ഇതുപോലെ നമ്മൾ കുക്കറിലല്ലാതെ നമ്മൾ ചോറൊക്കെ ചിലപ്പോൾ ഗ്യാസിലൊക്കെ വെക്കാറുണ്ടല്ലോ. അപ്പോൾ നമ്മളിങ്ങനെ ചോറ് ഇതുപോലെ തിളച്ചൊക്കെ ഒന്ന് വരുന്ന ആ പരുവാവുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ, അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഇതുപോലെ കുറച്ച് വെള്ളം വെച്ച് കൊടുക്കുക കേട്ടോ. ഇങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ അടിയിൽ ഈ ചോറ് തിളച്ച് വരുന്ന സമയമാകുമ്പോഴേക്കും തന്നെ ഈ വെള്ളം നല്ലോണം തിളച്ചോളും. നമുക്ക് കുടിക്കാനുള്ള വെള്ളമാണെങ്കിലും ഇല്ലെങ്കിൽ കുട്ടികൾക്ക് കുളിക്കാനുള്ള വെള്ളമാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനായിട്ട് സെപ്പറേറ്റ് ആയിട്ട് വെള്ളം വെക്കാതെ ഈ ഒരു രീതിയിൽ നമ്മൾ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 2-3 വട്ടമായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ചോറ് തിളച്ച് കഴിഞ്ഞാൽ വെള്ളം നല്ല പോലെ തന്നെ ചൂടായി വരും. അപ്പോൾ നമ്മൾ അങ്ങനെ ആക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുളിക്കാനുള്ള വെള്ളമൊക്കെ നമുക്ക് ഇങ്ങനെ തന്നെ നമുക്ക് ചൂടാക്കി എടുക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ മുട്ട, നേന്ത്രപ്പഴം അങ്ങനെയുള്ളതൊക്കെ നമുക്ക് പുഴുങ്ങിയെടുക്കണമെന്നുണ്ടെങ്കിലും നമ്മൾ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് പുഴുങ്ങിയെടുക്കാനായിട്ട് സാധിക്കും. ഇതുപോലെ ഒരു പാത്രത്തിൽ വെള്ളം ആക്കിയിട്ട് നമുക്ക് നേന്ത്രപ്പഴവും മുട്ടയൊക്കെ നമുക്ക് പുഴുങ്ങിയെടുക്കാൻ അങ്ങനെയൊക്കെ നമുക്ക് സാധിക്കും കേട്ടോ. അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് ഒരുപാട് ഗ്യാസ് ലാഭിക്കാനും ഒക്കെ ഇത് വളരെ നല്ലതാണ് കേട്ടോ. ഇനിയിപ്പോൾ അടുത്ത ടിപ്പ്, നമുക്കിപ്പോൾ മാമ്പഴക്കാലമാണ്. ഇഷ്ടംപോലെ നമ്മുടെ വീട്ടിൽ പറമ്പിലൊക്കെ മാങ്ങ മരമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ മാമ്പഴമൊക്കെ കിട്ടും. അപ്പോൾ നമ്മൾ കുറേ അങ്ങനെ ആവുമ്പോൾ നമ്മൾ എടുക്കാതെ 1-2 ദിവസം കഴിയുമ്പോഴേക്കും തന്നെ അത് പെട്ടെന്ന് ചീഞ്ഞു പോവുകയൊക്കെ ചെയ്യും. നമ്മൾ ഫ്രിഡ്ജിനകത്ത് വെച്ചാൽ പോലും മാങ്ങ പെട്ടെന്ന് ചീഞ്ഞു പോകും. അപ്പോൾ നമ്മൾ കൂടുതലായിട്ടൊക്കെ കിട്ടുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ, നമ്മൾ കഴിച്ച് കഴിഞ്ഞ് ബാക്കി ഇതുപോലെ പഴുത്ത പഴമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് സ്പൂൺ കൊണ്ട് അതിൻ്റെ ആ ഒരു മാങ്ങ മുഴുവനായി തന്നെ നമ്മളൊരു പാത്രത്തിലേക്ക് ഞാൻ ഇതുപോലെ ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. കട്ട് ചെയ്ത് മാറ്റി വെക്കുകയാണെങ്കിൽ കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇത് നല്ല പോലെ തന്നെ പഴുത്തിട്ടുള്ള മാങ്ങയാണ് കേട്ടോ. അപ്പം നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് നല്ലത് നോക്കി മാത്രം എടുത്തിട്ട് നമ്മൾ അതിൻ്റെ അതെല്ലാം ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതേപോലെ തന്നെ എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലെ തന്നെ ഈ മാങ്ങ ഫുള്ളായി തന്നെ നമ്മൾ ഇതുപോലെ ഒന്ന് ആക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് എല്ലാം നമ്മൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ഇങ്ങനെ സ്റ്റോർ ചെയ്യണമെങ്കിൽ ഇങ്ങനെ സ്റ്റോർ ചെയ്യാം. പക്ഷേ ഞാൻ ഇങ്ങനെയല്ല ചെയ്യുന്നത്. ഇതിനെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് അതിലേക്ക്, ഇത് നല്ല മധുരമുള്ള മാങ്ങയാണ്, അപ്പോൾ അതിനാവശ്യം അനുസരിച്ച് നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി. കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഞാനിത് നന്നായി ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. തരിയില്ലാതെ നന്നായി ഒന്ന് അരച്ചെടുത്തതിന് ശേഷം നമ്മൾ ഇതിന് ഒരു ബോക്സിലാക്കിയിട്ട് നമ്മൾ ഫ്രിഡ്ജിനകത്ത് സൂക്ഷിക്കുകയാണ്. ഈ രീതിയിൽ നമുക്ക് സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ സൂക്ഷിക്കാം. അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അടിച്ചെടുത്തിട്ടുള്ള അതിനെ നമ്മളൊന്ന് ജസ്റ്റ് ഒരു പാനിലിട്ടൊന്ന് നന്നായി ഒന്ന് ചൂടാക്കി അതിൻ്റെ വെള്ളത്തിൻ്റെ അംശമല്ല, നമ്മളിപ്പോൾ അടിക്കുന്നത് തന്നെ വെള്ളം ഒന്നും ചേർക്കാതെയാണ് നമ്മളത് അരച്ചെടുക്കുന്നത് കേട്ടോ. ഒരല്പം പോലും നമ്മൾ വെള്ളം ചേർത്തിട്ടില്ല. നമ്മളിതിനെ ഒന്ന് ജസ്റ്റ് ഒരു ചീഞ്ചട്ടിയിലിട്ടൊന്ന് കുറുക്കിയെടുത്തിട്ട് നമ്മൾ ആക്കി ഫ്രിഡ്ജിനകത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയാക്കാം. ഇപ്പോൾ ഇതുപോലെ നമ്മൾ ആക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ജ്യൂസ് അടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളിതിൽ കുറച്ച് പാൽ മാത്രം ഒഴിച്ചിട്ട് ഒന്ന് മിക്സിയിലിട്ട് അടിച്ചാൽ മതിയാവും. അതുപോലെ തന്നെ നമുക്ക് കേക്ക് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിലും, മാംഗോൻ്റെ കേക്ക് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിലും, അതുപോലെ മാംഗോ പുഡിംഗ് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിലും ഒക്കെ നമുക്കിത് എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ മാങ്ങയൊക്കെ കൂടുതലായി കിട്ടുന്ന സമയത്ത് ഈ ഒരു രീതിയിലാക്കുക. പിന്നെ ഇതുകൊണ്ട് നമുക്ക് ഫ്രൂട്ടിയൊക്കെ ഉണ്ടാക്കാനായിട്ട് സാധിക്കും കേട്ടോ. അത് ഞാൻ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാവുന്നതാണ്. ഇനി അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇവിടെ ഒരു ബൗളിൽ കുറച്ച് മുതിര എടുത്തിട്ടുണ്ട് കേട്ടോ. അതിനെ ഞാൻ നല്ലോണം ഒന്ന് കഴുകിയെടുത്ത്, അതിൽ കല്ലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് അരിച്ച് കഴുകിയെടുത്തതിന് ശേഷം അതിൽ വെള്ളം ഫുള്ളായി തന്നെ മാറ്റി വെള്ളം വാർത്തെടുത്തിട്ട് ഞാനിത് ഇതുപോലൊരു പാനിലേക്ക് ഇട്ടിട്ട് നന്നായി ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം നമ്മൾ ഇഡ്ഡലിപ്പൊടിയൊക്കെ നമ്മൾ മാർക്കറ്റിൽ വാങ്ങാറുണ്ട്. അപ്പോൾ നമ്മൾ ഇഡ്ഡലിപ്പൊടിയൊക്കെ സാധാരണ നമ്മൾ ഉണ്ടാക്കുന്നത് അരി യൂസ് ചെയ്തിട്ടാണ്. ഏത് അരിയാണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, അരി യൂസ് ചെയ്ത് അരി വറുത്തിട്ടൊക്കെയാണ് നമ്മൾ ഇഡ്ഡലിപ്പൊടി ഉണ്ടാക്കുക. ഇതൊരു വെറൈറ്റി ആയിട്ടാണ് കേട്ടോ. നമ്മൾ മുതിര യൂസ് ചെയ്തിട്ടാണ്. മുതിര നമ്മുടെ ഹെൽത്തിന് വളരെ നല്ലതാണ്. ഡെയിലി നമ്മൾ മുതിര യൂസ് ചെയ്തിട്ട് നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹെൽത്തിന് വളരെ നല്ലതാണ്. നമുക്ക് മുതിര പുഴുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കും, മുതിര രസം വയ്ക്കാം, അങ്ങനെ പല കാര്യങ്ങളും മുതിര കൊണ്ട് നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ ഇഡ്ഡലിപ്പൊടി തയ്യാറാക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അത് മുതിരയാണെന്ന് പോലും നമുക്ക് കഴിക്കുമ്പോൾ അറിയില്ല കേട്ടോ. അതുപോലെ നമ്മുടെ ഹെൽത്തിലേക്ക് വളരെ നല്ലതുമാണ്. നമുക്ക് ഡെയിലി ദോശ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്കത്, അതുപോലെ ചോറിൻ്റെ കൂടെ ആണെങ്കിൽ നമുക്ക് ഈ ഒരു പൊടി കഴിക്കാം. അപ്പോൾ ഈ ഒരു മുതിര നല്ല പോലെ തന്നെ വറുത്തെടുത്തിട്ടുണ്ട്. ഒന്നിങ്ങനെ പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫാക്കി വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ആ ഒരു പാനിൽ തന്നെ ഒരു 3 ടേബിൾ സ്പൂണോളം വെള്ളം ഒഴിന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ.
അതുപോലെ തന്നെ ഒരു 4 ടേബിൾ സ്പൂണോളം തന്നെ പരിപ്പും ചേർത്ത് കൊടുത്തു. അതുപോലെ ഒരു 1.5 ടേബിൾ സ്പൂണോളം കുരുമുളകും നമ്മളിതിലേക്ക് ഇട്ട് കൊടുത്തു. ഇതൊക്കെ കുരുമുളക് ഞാനൊന്ന് കഴുകിയിട്ടാണ് കേട്ടോ ഇട്ട് കൊടുത്തത്. എന്നിട്ട് ഇത് നന്നായി ഒന്ന് വറുത്തെടുക്കാം. പിന്നെ ഒരു 4 വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കല്ലുപ്പുണ്ടല്ലോ, കല്ലുപ്പ് ഇട്ട് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ 5-6 തണ്ട് കറിവേപ്പിലയും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ കഴുകിയിട്ട് നമ്മൾ എടുക്കണം കേട്ടോ. പിന്നെ നമ്മൾ വറ്റൽമുളകും, നമുക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള വറ്റൽമുളകും ഞാനൊരു 7-8 വറ്റൽമുളകും കൂടി എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് വറുത്തെടുക്കാം കേട്ടോ. ഹൈ ഫ്ലെയിമിൽ ആയിക്കഴിഞ്ഞാൽ പെട്ടെന്ന് എല്ലാം കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്, പക്ഷേ കറക്റ്റായി ചൂടാവുകയില്ല. അപ്പോൾ നമ്മളൊരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിന് മുഴുവനായി തന്നെ നമ്മളൊന്ന് വറുത്തെടുക്കാം. ഇനി നമ്മളിതിലേക്ക് പുളിയും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ, അത് പറയാൻ വിട്ടുപോയതാണ്. ചെറിയൊരു കഷ്ണം പുളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ വറുക്കുമ്പോൾ തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ഇതെല്ലാം തന്നെ വറുത്ത് കറക്റ്റായി വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ ലാസ്റ്റ് സമയത്ത് നമ്മളിതിലേക്ക് കുറച്ച് കായം പൊടി ഉണ്ടല്ലോ, കായപ്പൊടി അല്ലെങ്കിൽ കായം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ വറുക്കുന്ന സമയത്ത് കായം ഇട്ട് കൊടുത്താൽ മതി, കായത്തിൻ്റെ ഒരു പീസ്. ഇതിപ്പോൾ പൊടി ആയതുകൊണ്ട് ഞാൻ ശരിക്കും ഒരു ടേബിൾ സ്പൂണോളം കായത്തിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക, ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കുക കേട്ടോ. എന്നിട്ട് ആദ്യം തന്നെ ഇരുന്നത് നല്ലോണം ചൂടാറി നല്ലപോലെ തന്നെ ക്രിസ്പി ആയി വരട്ടെ കേട്ടോ. അല്ലാതെ നമ്മൾ അപ്പം തന്നെ എടുത്ത് പൊടിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടില്ല. അപ്പോൾ നമ്മളിതേ മുതിര വറുത്ത് വെച്ചിരിക്കുന്നതിലേക്ക് നമ്മളിതൊന്ന് കൊട്ടി കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാറി വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. നമുക്കിത് നല്ല ഫൈൻ പൗഡറായിട്ട് തന്നെ നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ മിക്സിയുടെ ജാറൊന്നും അല്ല യൂസ് ചെയ്യുന്നത്. നമുക്ക് മിക്സിയുടെ ജാറിലൊന്നും ചില സാധനങ്ങളൊന്നും പൊടിക്കുമ്പോൾ കറക്റ്റായിട്ട് ഫൈൻ പൗഡറായിട്ട് നമുക്ക് പൊടിച്ച് കിട്ടില്ല. അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു ഗ്രൈൻഡർ എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഗ്രൈൻഡറിലിട്ട് നമ്മൾ എന്തും നമുക്ക് പൊടിക്കാവുന്നതാണ്. ഈ ഗ്രൈൻഡറിൽ നമ്മൾ മഞ്ഞളും അതുപോലെ മുളക്, മല്ലി ഒക്കെ നമുക്ക് പൊടിക്കാം. അപ്പോൾ എന്തും നമുക്ക് ഹാർഡായിട്ടുള്ള എന്തും കോഫി ബീൻ വരെ നമുക്ക് പൊടിച്ചെടുക്കാം കേട്ടോ. അതുപോലെ തന്നെ നമ്മളിത് പൊടിച്ചെടുക്കുമ്പോൾ പെട്ടെന്ന് ചൂടാവുമൊന്നുമില്ല ഈ ഒരു ഗ്രൈൻഡർ. പിന്നെ നമ്മളിത് ജസ്റ്റ് ഇതുപോലെ പൾസ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ പെട്ടെന്ന് നമുക്ക് പൊടിഞ്ഞ് കിട്ടും. മിക്സിയിൽ പൊടിച്ചെടുക്കാത്തത് എന്തും നമുക്ക് പൊടിച്ച് കിട്ടാത്തത് എന്തും നമുക്കിതിൽ ഫൈൻ പൗഡറായിട്ട് നമുക്ക് പൊടിച്ചെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത് ഞാൻ വാങ്ങിച്ചപ്പോൾ എനിക്കിത് വളരെ യൂസ്ഫുള്ളായി തോന്നി. അപ്പോൾ അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞാൻ പറയുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ലിങ്ക് എന്ന് പറഞ്ഞാൽ ഞാൻ ലിങ്ക് ഇട്ട് തരാവുന്നതാണ് കേട്ടോ. അപ്പോൾ അത് കണ്ടില്ലേ, ഇത് ഞാൻ 2-3 വട്ടമായിട്ടാണ്, ഞാനിപ്പോൾ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റിയിലുള്ളത് കൊണ്ട് ഞാൻ ഒരു 3 വട്ടമായിട്ട് ഞാനിതൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ സാധാരണഗതിയിൽ അരിയൊക്കെ യൂസ് ചെയ്തിട്ട് ഇഡ്ഡലി പൊടിയൊക്കെ മിക്ക ആൾക്കാരും പണ്ട് കാലം മുതലേ ഉണ്ടാക്കാറുണ്ട്. അതിൽ നിന്നും ഒരു വ്യത്യസ്തമാണ് നമ്മൾ മുതിര യൂസ് ചെയ്തിട്ട് ഒരു ഇഡ്ഡലി പൊടി ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ ടേസ്റ്റിനും യാതൊരു വ്യത്യാസവും ഇല്ല, നമുക്ക് ടേസ്റ്റ് കിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ ഹെൽത്തിനും വളരെ നല്ലതാണ്. നമ്മൾ സാധാരണ ഇതിട്ടിട്ട് നമ്മൾ കുറച്ച് എണ്ണ ആക്കിയിട്ട് നമ്മൾ സാധാരണ ഇഡ്ഡലി പൊടി കഴിക്കുമല്ലോ, ചമ്മന്തി പൊടി കഴിക്കുമല്ലോ, അതുപോലെ തന്നെ നമുക്കിത് കഴിക്കാവുന്നതാണ്. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കഴിക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, വളരെ യൂസ്ഫുള്ളാണ്. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് നാൾ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മൾ പാക്കറ്റിലൊക്കെ വാങ്ങണമെന്നുണ്ടെങ്കിൽ വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിലേ നമുക്ക് കിട്ടുകയുള്ളൂ, നമ്മൾ ഒരുപാട് വിലയും കൊടുക്കേണ്ടി വരും. ഇതാവുമ്പോൾ നമുക്ക് കുറേ മാസങ്ങളോളം നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതിന് പെട്ടെന്ന് കേടൊന്നും വരില്ല. നമ്മളത് ഒരു ബോക്സിലാക്കിയിട്ട് പുറത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ പുറത്തും നമുക്ക് വെക്കാം, അതുപോലെ ഫ്രിഡ്ജിനകത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിനകത്ത് നമുക്ക് സൂക്ഷിക്കാം. അതുപോലെ നമ്മുടെ മക്കളൊക്കെ പുറത്ത് എവിടെയെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഇതുപോലെയൊക്കെ ഒന്ന് തയ്യാറാക്കിയിട്ട് നമുക്ക് കൊടുത്തു വിടാം. അതുപോലെ ഹോസ്റ്റലിൽ മക്കൾ നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അവർക്കും ഇതുപോലെ ആക്കിയിട്ട് നമുക്ക് കൊടുത്തു വിടാവുന്നതാണ് കേട്ടോ. ഇത് നമ്മൾ പുറത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് നാൾ വെച്ചാലും കേടൊന്നും തന്നെ വരില്ല. നമ്മളെല്ലാം നല്ലപോലെ വറുത്തെടുത്തിട്ട് പൊടിച്ചതായതുകൊണ്ട് കേട് വരില്ല. അപ്പോൾ അവർക്ക് ചോറിൻ്റെ കൂടെ ആണെങ്കിലും ചപ്പാത്തിൻ്റെ കൂടെ ആണെങ്കിലും ഒക്കെ നമുക്കിത് കഴിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ കണ്ടില്ലേ, ഇതുപോലെ ഒരു ബോക്സിലാക്കിയിട്ട് നമ്മൾ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു ഗ്രൈൻഡർ നമുക്ക് കഴുകണ്ട കേട്ടോ. അതിനകത്ത് നമ്മൾ ഒരു കോട്ടൺ തുണി യൂസ് ചെയ്തിട്ട് നന്നായി ഒന്ന് തുടച്ച് വെച്ചാൽ മാത്രം മതി. പിന്നെ അതിൻ്റെ ആ ഒരു അടപ്പുണ്ടല്ലോ, ആ അടപ്പ് നമ്മൾ ജസ്റ്റ് ഒന്ന് കഴുകിയിട്ട് നമുക്ക് തുടച്ചെടുക്കാവുന്നതാണ് കേട്ടോ. ഇനി അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ തമ്പനയിൽ കണ്ടതുപോലെ തന്നെ കേട്ടോ, തൊട്ടാവാടി. നമ്മുടെ പറമ്പുകളിലൊക്കെ ചെറുതായിട്ടൊന്ന് മഴ പെയ്ത് തുടങ്ങുമ്പോഴേക്കും പുല്ലുകൾ വളരുന്നതോടുകൂടി തന്നെ നമുക്കിതുപോലെ തൊട്ടാവാടിയും നമുക്ക് ഇഷ്ടംപോലെ കിട്ടാറുണ്ട് കേട്ടോ. അപ്പോൾ കാണാറുണ്ട്. അപ്പോൾ നമ്മളതിനെ സാധാരണഗതിയിൽ പുല്ലൊക്കെ പറിച്ച് കളയുന്ന പോലെ നമ്മൾ പറിച്ച് കളയുകയേ ചെയ്യുക. നിങ്ങളിതുപോലെ തൊട്ടാവാടി നമ്മുടെ വീട്ടുപറമ്പിലോ അയൽവക്കത്തോ ഒക്കെ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങളത് കളയാതെ അത് പറിച്ച് നിങ്ങൾ കൊണ്ടുവരിക കേട്ടോ. ഇത് നമ്മുടെ പറമ്പിലൊക്കെ തഴച്ച് വളരുന്ന തൊട്ടാവാടി ഒന്ന് തൊട്ട് വാടിക്കാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല കേട്ടോ. കുറച്ച് സമയം കഴിയുമ്പോഴേക്കും തന്നെ ആ പഴയ രൂപത്തിൽ തന്നെ ആ ഇലകളാവുകയും ചെയ്യും.
അപ്പോൾ അങ്ങനെയുള്ള ഈ ഒരു ഇല ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ. നമ്മുടെ രക്തശുദ്ധി വരുത്താനും അതുപോലെ കഫം, പിത്തം മുതലായവ ഇല്ലാതാക്കാനും ഒക്കെ വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഇലയും വേരും നമ്മൾ നല്ലോണം കഴുകിയെടുത്ത് രണ്ടും സമാസമം എടുത്ത് നിഴലിൽ ഉണക്കി പൊടിച്ചെടുത്തതിന് ശേഷം നമ്മളിത് പാലിലോ തേനിലോ ഒക്കെ ചേർത്ത് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ മൂത്ര സംബന്ധമായിട്ടുള്ള എന്ത് അസുഖങ്ങൾക്കും ഒക്കെ വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു തണ്ടിന്ന് ഈ ഇല മാത്രം സെപ്പറേറ്റ് ചെയ്തെടുത്തതിന് ശേഷം ഞാനിത് ഒരു ഇടികല്ലിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇടികല്ലിൽ ഇട്ടിട്ട് നമ്മളിതിന് നന്നായി ഒന്നിങ്ങനെ ഒന്ന് ജസ്റ്റ് കുത്തി എടുക്കുമ്പോഴേക്കും തന്നെ നന്നായി ഒന്ന് അരഞ്ഞ് കിട്ടും. നമ്മൾ മിക്സിയിലൊന്നും ഇട്ട് അരയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് ഇതുപോലെ ഒന്ന് കുത്തി കൊടുത്താൽ മതിയാവും. കുറച്ച് സമയം വേണ്ടു. നമ്മളിതൊന്ന് ഇട്ടിട്ട് നന്നായി ഒന്ന് തിരിച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായി ഒന്ന് ഇത് അരഞ്ഞ് കിട്ടും. നമ്മളിത് നന്നായി അരഞ്ഞതിന് ശേഷം നമ്മുടെ കയ്യിലോ എവിടെയെങ്കിലുമൊക്കെ മുറിവായി കഴിഞ്ഞാൽ ആ മുറിയിൽ നമ്മളിതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അരച്ചത് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ ആ മുറിവ് പെട്ടെന്ന് മാറാൻ വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ ചെറിയ മക്കളുള്ള വീട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുട്ടികൾ വീണിട്ടൊക്കെ മുറിയാവുകയൊക്കെ ചെയ്യുമ്പോൾ ഇതൊന്ന് അരച്ച് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ കിട്ടുന്ന സമയത്ത് ഇതിനെ അരച്ചിട്ട് നമ്മളൊരു ബോക്സിലാക്കി നമ്മൾ ഫ്രിഡ്ജിനകത്ത് വെക്കാം. ഫ്രിഡ്ജിനകത്തോ ഫ്രീസറിനകത്തോ വെക്കാം. എന്നിട്ട് ആവശ്യം അനുസരിച്ച് ജസ്റ്റ് ഒന്ന് അതിന് പുറത്തെടുത്ത് കുറച്ച് സമയം വെക്കുമ്പോഴേക്കും തന്നെ നമ്മൾ കുറച്ച് വെള്ളം മിക്സ് ആക്കുമ്പോഴേക്കും തന്നെ അത് അലിഞ്ഞ് കിട്ടും. എന്നിട്ട് നമ്മൾ മുറിവാകുന്ന ഭാഗത്തൊക്കെ നമ്മളിത് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. വളരെ നല്ലതാണിത്. പിന്നെ ഇപ്പോൾ നമ്മളിതെല്ലാം തന്നെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടില്ല. ഈ ഒരു രീതിയിൽ നമുക്ക് ഇങ്ങനെ വേണ്ടു. ഇതൊന്ന് അരച്ചെടുത്തതിന് നമ്മളിതുപോലെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മളിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കട്ടെ. നമ്മൾ കൂടുതൽ എത്ര എടുക്കുന്നുണ്ടോ അതിനനുസരിച്ച്. ഇപ്പോൾ 2 തവിയിലാണ് ഇപ്പോൾ എനിക്കിത് കിട്ടിയിരിക്കുന്നതെങ്കിൽ ഞാൻ 2 തവിയിൽ ഇപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുള്ളൂ. എന്നിട്ട് നമ്മളത് അതിലുള്ള എണ്ണ ഫുള്ളായി തന്നെ നമ്മൾ അതിലേക്ക് ആക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളത് അടുപ്പത്ത് വെച്ച് ഒന്ന് ചൂടാക്കി എടുക്കാം. ഫസ്റ്റ് ഒന്ന് ഫ്ലെയിം കൂട്ടി കൊടുക്കുക. ജസ്റ്റ് ഒന്ന് നന്നായി ചൂടായി വരുന്ന സമയത്ത് നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ ഒരു ഇലയുണ്ടല്ലോ നല്ല ക്രിസ്പിയായി തന്നെ ഒന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ. നല്ല ക്രിസ്പി ആവുന്നത് വരെ നമ്മൾ ഈ ഒരു എണ്ണയിലിട്ടിട്ട് ഇതിനൊന്ന് മൂപ്പിച്ചെടുക്കാം. ഒരുപാട് സമയമൊന്നും വേണ്ട. അതിപ്പോൾ വളരെ കുറച്ചല്ലേ ഉള്ളൂ. അപ്പോൾ നമുക്കിത് പെട്ടെന്ന് ഇതൊന്ന് മൂപ്പിച്ചെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ആക്കി വെക്കുന്ന എണ്ണയുണ്ടല്ലോ ഇത് യൂസ് ചെയ്തിട്ട് നമ്മുടെ ശരീരത്തിൽ ഏതൊക്കെ ഭാഗത്ത് ത്വക്ക് സംബന്ധമായിട്ടുള്ള ചൊറിച്ചലോ അലർജിയോ ഏത് തരത്തിലുള്ളതാണെങ്കിലും വട്ടച്ചൊറി അങ്ങനെ മാറാത്ത തരത്തിലുള്ള എന്ത് അലർജി ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് മാറും. വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ തൊട്ടാവാടിയൊക്കെ കിട്ടുന്ന സമയത്ത് നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അല്ലെങ്കിൽ നമ്മളിത് കിട്ടുന്ന സമയത്ത് നമ്മളിതുപോലെ ഉണ്ടാക്കിയിട്ട് നമ്മളൊരു കുപ്പിയിലാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര കാലം വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് ത്വക്ക് സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്കൊക്കെ ഇത് വളരെ നല്ലതാണിത്. അപ്പോൾ കണ്ടില്ലേ നന്നായി ഒന്ന് ആ ഒരു ഇലയെല്ലാം തന്നെ നമ്മൾ അരച്ചത് ശരിക്കും ഇതുപോലെ കളർ ചേഞ്ചായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിനൊന്ന് പുറത്ത് വെച്ചിട്ട് ഈ ഒരു എണ്ണ ഫുള്ളായി ചൂടാറുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഈ എണ്ണ ഒന്ന് ചൂടാറിയതിന് ശേഷം പിന്നെ നമ്മളിതിനൊന്ന് അരിച്ചെടുക്കാം. നല്ല ഫുള്ളായി ചൂടാറുന്നതും ഒരു ഇളം ചൂടോടുകൂടി തന്നെ നമ്മൾ അരിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഇതിലുള്ള ചണ്ടിയിലുള്ള എണ്ണയെല്ലാം തന്നെ നമുക്ക് ഫുള്ളായി കിട്ടും. നല്ലോണം ചൂടാറി നല്ല തണുത്ത രീതിയിലായിട്ടുണ്ടെങ്കിൽ നമുക്ക് എണ്ണ ഫുള്ളായി കിട്ടില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു നമ്മൾ അരിച്ചെടുത്തിരിക്കുന്ന ഈ ഒരു ചണ്ടി ഉണ്ടല്ലോ ഇതും നമ്മൾ എവിടെയെങ്കിലുമൊക്കെ നമുക്ക് അലർജി ഉള്ള ഭാഗത്തൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ. കുളിക്കുന്നതിൻ്റെ കുറച്ച് മുമ്പ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് നോർമലായിട്ട് കടലമാവോ അല്ലെങ്കിൽ പയറുപൊടിയോ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് നമുക്കൊന്ന് കളയാവുന്നതാണ് കേട്ടോ. ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു ടിപ്പാണ്. നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് എന്തായാലും ഇപ്പോൾ ഒന്ന് മഴ പെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ വീട്ടുപറമ്പിലൊക്കെ തൊട്ടാവാടി ഇഷ്ടംപോലെ കിട്ടും. അപ്പോൾ കിട്ടുന്ന സമയത്തെല്ലാം തന്നെ നിങ്ങൾ ഇതുപോലെ ഒന്ന് ആക്കി വെക്കുക കേട്ടോ. ഏത് തരത്തിലുള്ള സ്കിൻ പ്രോബ്ലത്തിനും ഈ ഒരു എണ്ണ വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോസിൽ ഏതെങ്കിലും ഒരു ടിപ്സ് നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും അതുപോലെ വീഡിയോയ്ക്ക് നല്ല നല്ല കമൻറ്റ് ഇടാനൊന്നും മറക്കരുത് കേട്ടോ. നല്ല കമൻറ്റ് വായിക്കുമ്പോഴാണ് എനിക്ക് ഇനിയും വീഡിയോ ഇടാനുള്ള നല്ലൊരു പ്രചോദനം കൂടിയാവുന്നത്. ഇനി ഇതേപോലെ തന്നെ അടുത്ത നല്ല ഇൻട്രസ്റ്റിങ്ങും എല്ലാ വീട്ടമ്മമാർക്കും ഒരേപോലെ യൂസ്ഫുൾ ആവുന്ന വളരെ നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും ബൈ.